കരുണയുള്ള മാതാവേ, കരുണയുള്ള മാതാവേ എന്ന ഈ പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന ആഴത്തിലുള്ള ആത്മീയ അഭ്യർത്ഥനയാണ്. പരിശുദ്ധ മാതാവിൻ്റെ കരുണയിലും സ്നേഹത്തിലും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. മനുഷ്യൻ പൂർണ്ണനല്ല, പാപങ്ങളും തെറ്റുകളും അവനിൽ ഉണ്ടാകാം എന്ന സത്യത്തെ സത്യസന്ധമായി അംഗീകരിക്കുന്നതാണ് ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന വാക്യം മനുഷ്യൻ്റെ വിനയത്തെ പ്രകടിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മുന്നിൽ തൻ്റെ തെറ്റുകൾ തുറന്ന് സമ്മതിക്കുന്നതും അവയിൽ നിന്ന് മോചനം തേടുന്നതുമാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. പാപബോധം മാത്രം മതിയാകില്ല, മറിച്ച് അതിൽ നിന്ന് മാറാനുള്ള ആഗ്രഹവും ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നു. എൻ്റെ തെറ്റുകൾ തിരിച്ചറിയാനും ശരിയായ വഴി നടക്കാനും എനിക്ക് ശക്തി തരണമേ എന്ന ഭാഗം ആത്മപരിശോധനയുടെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. പലപ്പോഴും മനുഷ്യൻ തെറ്റുകൾ ചെയ്യുമ്പോൾ പോലും അത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും. അത്തരത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ജ്ഞാനവും ശരിയായ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യവും ദൈവകൃപയിലൂടെ ലഭിക്കണമെന്ന ആഗ്രഹമാണ് ഇവിടെ പ്രകടമാകുന്നത്. ഈ പ്രാർത്ഥനയിലെ മറ്റൊരു പ്രധാന ഭാഗമാണ് എപ്പോഴും ദൈവത്തോട് അടുത്തിരിക്കാനായി എന്നെ നയിക്കണമേ എന്ന അപേക്ഷ. ജീവിതത്തിലെ തിരക്കുകളും പരീക്ഷണങ്ങളും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോൾ വീണ്ടും അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് നയിക്കണമെന്ന അഭ്യർത്ഥനയാണിത്. ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ ജീവിതത്തിൽ സമാധാനവും പ്രതീക്ഷയും ലഭിക്കുമെന്ന് വിശ്വാസി വിശ്വസിക്കുന്നു. ആമീൻ. അവസാനമായി ആമീൻ എന്ന് പറയുന്നത് ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടക്കട്ടെ എന്ന സമർപ്പണമാണ്. ഈ പ്രാർത്ഥന മുഴുവനായും വിനയം, പശ്ചാത്താപം, ആത്മീയ വളർച്ച, ദൈവ സാന്നിധ്യം എന്നിവയെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. പ്രതിദിന ജീവിതത്തിൽ ഈ പ്രാർത്ഥന ആവർത്തിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയം ശുദ്ധിയിലേക്കും നന്മയിലേക്കും ദൈവസ്നേഹത്തിലേക്കും നയിക്കപ്പെടുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.